നമസ്കാരം. എ.കെ.ജിയും ഇ.എം.എസും പോലെ, നയനാരും അച്യുതാനന്ദനും പോലെ, പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും പോലെ, അതെ, കെ.ടി. ജലീലും പി.വി. അൻവറും പ്രവർത്തകരുടെയും അണികളുടെയും വികാരമായി മാറുകയാണ്. പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയെ എങ്ങനെ കരുത്തുറ്റതാക്കി മാറ്റാൻ കഴിയും, എങ്ങനെ പാർട്ടിയെ, ഈ ചെങ്കൊടിയെ എങ്ങനെ വാനിലുയർത്തി പാറിപ്പറത്താൻ കഴിയുമെന്ന പി.വി. അൻവറും കെ.ടി. ജലീലും കാണിച്ചു തരികയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരൊറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പി.വി. അൻവർ, അതും IPS ലോബികൾക്കെതിരെ. നമുക്കറിയാം, ഈ സംസ്ഥാന സർക്കാരിൻ്റെ മുഖം വികൃതമാക്കുന്നത് ഈ സർക്കാരിൽ തന്നെ കയറിപ്പറ്റിയിരിക്കുന്ന ചില സംഘപരിവാരങ്ങളുടെ ചില ശില്പന്തികളാണ്, ചില ഉപജാപക സംഘങ്ങളാണ്. അവരാണ് പ്രതിപക്ഷത്തിനും അതുപോലെ തന്നെ BJPക്കുമൊക്കെ അടിക്കാൻ വടിയെടുത്തു കൊടുക്കുന്നത്. അവരാണ് സർക്കാരിനെതിരായിട്ടുള്ള വാർത്തകൾ സൃഷ്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ പി.വി. അൻവർ തുറന്നു കാണിക്കുകയാണ്. നമുക്കറിയാം, ഈ സമയത്ത്, അതായത് ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് സർക്കാരിനെതിരെ നിരവധി വ്യാജ വാർത്തകളും സർക്കാർ വിരുദ്ധ വാർത്തകളും പ്രചരിക്കാൻ തുടങ്ങിയത്. എങ്ങനെയാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്? അതായത് പോലീസ് സംവിധാനത്തിലുണ്ടായ ചില പിഴവുകൾ, അതായത് പോലീസിനകത്ത് കയറിപ്പറ്റിയ ചില IPS ഉദ്യോഗസ്ഥർ, അവർ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് സർക്കാരിനെതിരാക്കിയൊരു വികാരം ഉണ്ടാക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടത്തി. ജനങ്ങളുടെ വികാരം സർക്കാരിനെതിരാകാൻ വേണ്ടി. അങ്ങനെ വന്നാലാണ് ഈ സർക്കാർ താഴെ ഇറങ്ങൂ എന്ന് നന്നായി അറിയാവുന്നത് കൊണ്ട് ADGP അജിത് കുമാറിനെ പോലുള്ള, അങ്കിത് അശോകനെ പോലുള്ള, സുജിത് ദാസിനെ പോലുള്ള ചില ആളുകൾ എന്തു ചെയ്തു? അവർ ചില സർക്കാരിന് വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാവുന്ന രീതിയിലുള്ള ചില സംഭവങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തു. തൃശ്ശൂർ പൂരം കലക്കിയതും മാത്രവുമല്ല, അങ്ങനെ എത്രയോ സംഭവങ്ങൾ. ഇപ്പോൾ ADGP അജിത് കുമാറിനെതിരെയൊക്കെ വരുന്ന ആരോപണങ്ങൾ, സ്വർണ്ണക്കടത്ത് കേസ്, കൊലപാതക കേസ്, സോളാർ കേസ് അട്ടിമറിച്ച്, അങ്ങനെ തുടങ്ങി നിരവധി ഗുരുതരമായ ആരോപണങ്ങൾ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ സൃഷ്ടിച്ചെടുത്തത് എന്തിനാണ്? അതായത് സർക്കാരിൻ്റെ മുഖം നഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ അതിനെതിരെ പി.വി. അൻവർ ഇപ്പോൾ ഒരു യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. അവരെയൊക്കെ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിയെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പാർട്ടിയിൽ നടക്കുന്നുണ്ട്, ഇവരെയൊക്കെ എടുത്തു മാറ്റി നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. ഈ സിസ്റ്റങ്ങൾ കാരണം സത്യത്തിൽ പാർട്ടിക്കകത്ത് തന്നെ വലിയ രീതിയിൽ അണികൾക്കിടയിൽ വലിയ ഒരു വികാരമുണ്ട്. അത് ഈ പാർട്ടിയിൽ നിന്ന് ഒരു അകൽച്ചയുണ്ടാക്കിയ വികാരമാണ് എന്ന രീതിയിലുള്ള പല വെളിപ്പെടുത്തലുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ പോരാട്ടത്തിന് കരുത്തു പകരാൻ വേണ്ടി കെ.ടി. ജലീലും രംഗത്തിറങ്ങിയിരിക്കുന്നു. IPS ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഈ നമ്മുടെ കൈക്കൂലി വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അതായത് സർക്കാരിനെ എല്ലാ രീതിയിലും സർക്കാരിൻ്റെ മുഖം വികൃതമാക്കാനും ഈ സർക്കാരിനെ ബടക്കാക്കാനും ഒക്കെ ശ്രമം നടത്തുന്ന എല്ലാവരെയും പൂട്ടും എന്ന് പറഞ്ഞാണ് കെ.ടി. ജലീൽ രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനത് വായിക്കാം. ഉപ്പ് തിന്നവരെ വെള്ളം കുടിപ്പിച്ചേ അടങ്ങൂ, വഞ്ചകരും അഴിമതിക്കാരുമായ IPS ഏമാന്മാർ കുടുങ്ങും. സംശയം വേണ്ട, എല്ലാ കള്ളനാണയങ്ങളും തുറന്നു കാട്ടപ്പെടും. ഒരിറ്റു ദയ പോലും അർഹിക്കാത്ത പോലീസ് പ്രമുഖന്മാർ തൽസ്ഥാനങ്ങളിൽ നിന്ന് തൂത്തെറിയപ്പെടും. കാക്കിയുടെ മറവിൽ എന്തും ചെയ്ത് തടിതപ്പാമെന്ന മോഹം സഫലമായിരുന്ന പതിറ്റാണ്ടുകൾക്ക് അന്ത്യം കുറിക്കപ്പെട്ടു കഴിഞ്ഞു. ചുമരുകൾക്ക് ജീവനുള്ള കാലമാണിത്. ദൈവത്തിൻ്റെ കണ്ണുകൾ എല്ലായിടത്തും മിഴി തുറന്നിരിപ്പുണ്ട്. സ്വർണ്ണക്കടത്തിൽ പങ്കാളികളായവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടിയോടെ മാന്തി പുറത്തിടും. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കടത്തിക്കൊണ്ടുപോയ വസ്തുക്കൾ ഏതു കടലിൽ മുക്കിത്താഴ്ത്തിയാലും കണ്ടെത്തും. സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കൈക്കൂലി കീശയിലാക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ കരുതിയിരിക്കുക, നിങ്ങളെ തേടി വരുന്നുണ്ട് പൊതുപ്രവർത്തകരുടെ ഒളിക്യാമറകൾ. എല്ലാം സംഭവിക്കേണ്ട പോലെ തന്നെ സംഭവിക്കും. ആർക്കും പരിരക്ഷ കിട്ടില്ല. ചാവേറുകളാകാൻ തീരുമാനിച്ചവരെ ഒരു ശക്തിക്കും അടക്കി നിർത്താനാകില്ല. ചരിത്രത്തിലാദ്യമായി 125-ലധികം പോലീസ് ഓഫീസർമാരെ അവരുടെ കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ട് സർവീസിൽ നിന്ന് എന്നേക്കുമായി പിരിച്ചുവിട്ട മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. കുറ്റവാളികൾ ആ ധീര സഖാവിൽ നിന്ന് ഒരു തരിമ്പ് പോലും അനുകമ്പ പ്രതീക്ഷിക്കേണ്ട. ചുണ്ടിനും കപ്പിനുമിടയിലെ ഏതാനും സമയത്തേക്ക് സാങ്കല്പിക കഥകൾ മെനയുന്നവർ നിരാശപ്പെടും. പി.വി. അൻവർ MLA പറഞ്ഞതിൽ അസത്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരാതി നൽകട്ടെ, അതല്ലെങ്കിൽ കോടതിയെ സമീപിക്കട്ടെ. അപ്പോൾ കാണാം സംഘികൾ കലക്കിയാൽ കലങ്ങാത്ത തൃശ്ശൂർ പൂരം എന്നാണ് കെ.ടി. ജലീൽ പറഞ്ഞിരിക്കുന്നത്. കെ.ടി. ജലീലും ഇറങ്ങുകയാണ് രംഗത്തേക്ക്. ആരാണ് ഈ കെ.ടി. ജലീൽ? അതായത് 2006-ൽ UDFൻ്റെ, മുസ്ലിം ലീഗിൻ്റെ, അതായത് കേരള രാഷ്ട്രീയത്തിലെ വൻമരമായിട്ടുള്ള P.K. കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ച് തറ പറ്റിച്ച നേതാവാണ് കെ.ടി. ജലീൽ എന്ന് പറയുന്നത്.
PK കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ച് ചെങ്കൊടി വാനിൽ പറത്തി തവനൂരിൽ നിന്ന് 3 വട്ടം അദ്ദേഹം ജയിച്ചു കയറിയത് വമ്പൻ ഭൂരിപക്ഷത്തിലായിരുന്നു. ആ KT ജലീൽ, പാർട്ടിയുടെ കരുത്തനായ നേതാവ്, അദ്ദേഹം ദാ ഇറങ്ങുകയാണ് പാർട്ടിയെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റാൻ വേണ്ടി. വലിയ പിന്തുണയാണ് അണികളുടെ ഭാഗത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അണികൾ പറയാൻ ആഗ്രഹിച്ചത്, ഈ സർക്കാർ ഇനിയും ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, ഈ സർക്കാർ ഇനിയും ഇവിടെ വേണം, ഈ പാർട്ടി ഇനിയും ഈ മണ്ണിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അതായത് ഈ സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ ആരാണ് ഭയക്കുന്നത്, അല്ലെങ്കിൽ ആ മുന്നോട്ട് പോക്കിനെ ആരാണ് തടസ്സപ്പെടുത്തുന്നത് എന്ന് നന്നായി തന്നെ KT ജലീലിനും PV അൻവറിനും പറഞ്ഞു വെക്കാൻ കഴിയുന്നുണ്ട്. അത് പാർട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, മുഖ്യമന്ത്രിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടിയും കാണിക്കുന്ന നിശബ്ദത. അത് വലിയ നടപടിയിലേക്ക് പോകും, അതായത് കുറ്റക്കാർക്കെതിരെ വലിയ നടപടി എടുക്കും എന്നത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒരിറ്റു ദയ പോലും പ്രതീക്ഷിക്കേണ്ട എന്ന് KT ജലീൽ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഒരു അനുകമ്പയും പ്രതീക്ഷിക്കേണ്ട മുഖ്യമന്ത്രിയിൽ നിന്ന് എന്ന് KT ജലീൽ താക്കീത് നൽകുകയാണ്. നമുക്കറിയാമല്ലോ, സർക്കാർ ഉദ്യോഗസ്ഥർ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നടക്കണമെങ്കിൽ പല ഇടങ്ങളിലും കൈക്കൂലി മേടിക്കുന്നുണ്ടെന്നേ. അതാണല്ലോ നമ്മൾ പല പത്രമാധ്യമങ്ങളിലും ഒക്കെ കാണുന്നത്. വിജിലൻസ് ഒക്കെ പലരെയും പിടികൂടുന്നുണ്ടല്ലോ. അത്തരത്തിലുള്ള ചില പ്രവർത്തികൾ അത് ഈ സർക്കാരിനെ, ഒരു ജനകീയ സർക്കാരിനെ ജനങ്ങൾക്കിടയിൽ നിന്ന് വലിയ രീതിയിൽ അത് ഒരു അവമതിപ്പുണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. ജനങ്ങളിൽ നിന്ന് എങ്ങനെ സർക്കാർ അകന്നു എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ചില സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ മൂലം അകന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ സർക്കാർ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോഴും ചില സർക്കാർ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം അത് ചെയ്യുന്നു. അതുകൊണ്ട് അത്തരക്കാരെ പൂട്ടാൻ വേണ്ടി പൊതുപ്രവർത്തകർ ഒളിക്യാമറയുമായി ഇറങ്ങുകയാണ്. വലിയൊരു ശുദ്ധികലശം, ഒരു പുതിയ മോഡൽ. ഈ പാർട്ടിയെ താഴെയിറക്കാൻ വേണ്ടി പ്രതിപക്ഷത്തിന്റെ കയ്യിൽ നിന്നും സംഘപരിവാരങ്ങളുടെ കയ്യിൽ നിന്നുമൊക്കെ പൈസ മേടിച്ചും കോഴിക്കാലും കുപ്പിയും ഒക്കെ മേടിച്ചിട്ടുള്ള ആളുകളെയൊക്കെ പൂട്ടാൻ വേണ്ടിയാണ് KT ജലീലും PV അൻവറും ഒക്കെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും നടത്തുന്ന പോരാട്ടം പാർട്ടിക്ക് വേണ്ടിയും ഈ സർക്കാരിന്റെ തുടർഭരണത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയുമാണ്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണം മികവുറ്റ ഭരണമാണെന്ന് ഒരേ സ്വരത്തിൽ എല്ലാവരും പറഞ്ഞപ്പോഴും രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ ചില പ്രശ്നങ്ങളുണ്ട്, അത്ര മികവുറ്റ ഒരു ഭരണമല്ല എന്ന് ചില ആളുകളെങ്കിലും പറയുന്ന അവസ്ഥയിലേക്ക് എങ്ങനെ മാറിയെന്ന് ചോദിച്ചാൽ അങ്ങനെ മാറ്റിയതാണ് അത് ഈ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ഈ സർക്കാരിനോടും ഈ പാർട്ടിയോടും കൂറില്ലാത്ത, ഈ ഒരു പാർട്ടിയും ഈ സർക്കാരും നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ഏജന്റുമാരായിട്ടുള്ള, സംഘപരിവാരത്തിന്റെ ഏജന്റുമാരായിട്ടുള്ള ആളുകളാണ്. അതാണ് നമുക്കിപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം പുഴുക്കുത്തുകൾ എടുത്തു മാറ്റേണ്ടതുണ്ട്. അവരാണ് ഈ സർക്കാരിന്റെ മേൽ കളങ്കമുണ്ടാക്കിയെടുക്കുന്നത്. ഈ സർക്കാരും ജനങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഈ സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം ഇല്ലാതാക്കുന്നത് അവരാണ്. ഈ പാർട്ടിയും അണികളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടാക്കുന്നത് അവരാണ്. അവരെ പൂട്ടാൻ വേണ്ടിയാണ് KT ജലീലും PV അൻവറും രംഗത്തിറങ്ങിയിരിക്കുന്നത്. അങ്ങനെ PV അൻവർ തുടങ്ങി വെച്ച പൂരം KT ജലീൽ കൊട്ടി കയറുകയാണ്. ഇനി പൂരം കൊഴുക്കും. അങ്ങനെ കൊഴുക്കുമ്പോൾ ചെങ്കൊടി വാനിൽ പാറിപ്പറക്കും. അകന്നു നിന്ന പല സഖാക്കളും ചെങ്കൊടിയുമായി രംഗത്തേക്ക് വരും. ഈ സർക്കാർ ഇനിയും അധികാരത്തിൽ വരും. ഈ സർക്കാരിനെ താഴെയിറക്കാനോ ഈ സർക്കാരിന്റെ മുഖം വികൃതമാക്കാനോ പറ്റാത്ത രീതിയിൽ ഈ സർക്കാരിനെയും പാർട്ടിയെയും KT ജലീലും PV അൻവറും കരുത്തുറ്റതാക്കി മാറ്റും എന്നതിൽ ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.